കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മുടെ കൂടെ എത്ര റമളാൻ പ്രഭാഷണത്തിന് നമ്മൾ ചെല്ലുമ്പോ അവിടെ പ്രഭാഷകനായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഹാഫിദ് മസൂദ് സഖാഫി. ഇന്ന് നമ്മോടൊപ്പമല്ല. ഇന്ന് അവര് ഖബറിലെത്തി. അവര് ചിന്തിച്ചു കാണോ നമുക്കങ്ങനത്തെ ചിന്ത ഉണ്ടോ? പിന്നെ അവരൊക്കെ ഓർമ്മയിൽ എപ്പോഴും പറയും, മരിക്കുന്ന സമയം ഖൈറായ സമയത്ത് ഖൈറായ വിഷയത്തിലായി ഞങ്ങൾക്ക് ഇനി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ. അതുകൊണ്ട് തന്നെ ഖൈറാത്തുമായി ബന്ധപ്പെട്ട് ദർസും ദഅവത്തും അങ്ങനെ എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആ ബന്ധപ്പെടുന്നതിനിടയിലാണ് അവർ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയത്. അതൊരു വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മരണം എപ്പോഴാണ് നമ്മെ പിടികൂടുകയെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പരിശുദ്ധ ഖുർആന്റെ ഖിദ്മാത്തിലായി പ്രഭാഷണങ്ങൾ നടത്തുകയും അങ്ങനെ ദീനീ പ്രവർത്തനത്തിൽ ഓടി നടക്കുന്നതിനിടയിലാണ് പെടുന്നനെ ഇന്ന് സുബഹിക്ക് ബഹുമാനപ്പെട്ട സഖാഫിയുടെ മൗത്ത് സംഭവിച്ചത്. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ പ്രിയപ്പെട്ട മസൂദ് സഖാഫിക്ക് നീ സ്വർഗം നൽകണം അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണം. കൊല്ലാകൊല നടത്തരുത്, വെറുതെ കളയരുത്, ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണം, സമയത്ത് ഉപകാരത്തിന് ഉപയോഗപ്പെടുത്തണം. ഒരു പണിയില്ലെങ്കിൽ നീ ഫിക്റിലായിരിക്കണം, ചിന്തയിലായിരിക്കണം. അത് ഉപകാരമുള്ളതാണ്, ചിന്തിച്ചോ. ചിന്ത നല്ലതാണ്, നല്ല ഇബാദത്താണ്. ചൊല്ലാനൊന്നും നിനക്ക് കഴിയുന്നില്ലെങ്കിലും നീ ചിന്തിച്ചോ. ചിന്തക്ക് വലിയ കൂലിയുണ്ട്. തഫക്കുറു സഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സനാ. ഒരു മണിക്കൂർ നേരം ചിന്തിച്ചിരിക്കുന്നത് 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാളും മഹത്വമാണ്. ചിന്തിക്കുക, ജീവിതത്തെക്കുറിച്ച്, ആഖിറത്തെക്കുറിച്ച്, വരും വരായകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക. സമയത്തിന്റെ മഹത്വം പഠിക്കുക. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹു തആല പറഞ്ഞു, ഇതൊക്കെ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറയട്ടെ, മാനവൻ നഷ്ടത്തിലാണ്. പ്രിയപ്പെട്ട മസൂദ് സഖാഫിക്ക് നീ സ്വർഗം നൽകണം അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്, നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. അവരുടെ ചെറിയ കുരുന്നു മക്കളുണ്ട്, പൊന്നോമനകളായ ചെറിയ കുഞ്ഞുമക്കളും 3 മക്കൾ. ആ മക്കൾക്കും നീ നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാനെ. വിധവയായ ഭാര്യക്കും അവരെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നീ മനസ്സമാധാനവും സബറും നൽകണം റഹ്മാനെ. ആശ്വാസം ഹിമ്മത്ത് നൽകണം റഹ്മാനെ.